ഈ ഡോഗ് ഇവൾ പഠിക്കുന്ന സമയത്തെല്ലാം ഇവളുടെ കൂടെ തന്നെ ഇരിക്കുന്നു. അവൾ അതിനോട് 18നെ 6 കൊണ്ട് ഭാഗിച്ചാൽ എത്രയെന്ന് ചോദിക്കുന്നു. ഉടനെ ആ ഡോഗ് 3 പ്രാവശ്യം കുരയ്ക്കുന്നു. അവൾക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം കിട്ടുന്നതിനായി ആ ഡോഗ് ആരെയും അവളുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. അച്ഛൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്ന് അവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഡോഗ് അച്ഛനെ തടയുന്നു. ഉടനെ അച്ഛൻ, ഞാൻ അവളുടെ അച്ഛനാണ്, എനിക്ക് അവളുടെ അടുത്തേക്ക് വരാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നു. അത് തന്റെ ആക്ഷനിലൂടെ എതിർപ്പറിയിക്കുന്നു. അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഡോഗ് അമ്മയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു. ചില സമയങ്ങളിൽ അമ്മ വർക്കിൽ ബിസി ആയിരിക്കുമ്പോൾ മകളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകാൻ മറക്കുന്നു. അപ്പോൾ ആ ഡോഗ് തന്റെ ലീഷ് കടിച്ചുകൊണ്ട് വന്ന് മകളെ വിളിക്കാൻ പോകാൻ ടൈം ആയെന്ന് അമ്മയെ ഓർമ്മിപ്പിക്കുന്നു. ആക്ച്വലി ഈ ഡോഗ് ഒരിക്കലും ഒരു തെരുവ് നായയായിരുന്നു. ഈ ലേഡിയാണ് ഇവനെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ആദ്യമൊന്നും അച്ഛൻ അതിന് ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷം അവർക്കൊരു കുഞ്ഞു ജനിക്കുന്നു. ഡോഗ് കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ച് അച്ഛൻ അതിനെ വീടിന് പുറത്താക്കുന്നു. അത് ഡോറിലൂടെ അകത്തേക്ക് നോക്കിയിരിക്കുന്നു. രാത്രി ആയതും ഗ്ലാസിൽ തട്ടി അകത്തുള്ള ഒരു ബ്ലാക്ക് ഡോഗിനെ ഡോർ ഓപ്പൺ ചെയ്യാൻ വിളിക്കുന്നു. അത് വന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നു. മാത്രമല്ല ഡോർ അടയ്ക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി ആ ഡോഗ് കുഞ്ഞിന്റെ റൂമിന് പുറത്തിരിക്കുന്നു. അച്ഛൻ അത് കണ്ട് ദേഷ്യം വരുമെങ്കിലും അത് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അമ്മ കുഞ്ഞിനെ എടുത്ത് ഡോഗിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഡോഗ് കുഞ്ഞിന്റെ ദേഹത്തേക്ക് വളരെ പതുക്കെ തന്റെ തല ചേർത്ത് വെക്കുന്നു. അത് കണ്ടതും അച്ഛൻ അതിനോടുള്ള പേടി മാറുന്നു. അതിനുശേഷം അത് കുഞ്ഞിനെ നോക്കാനായി അമ്മയ്ക്കൊരു നല്ല ഹെൽപ്പറായി മാറുന്നു. കുഞ്ഞിന്റെ ഡയപ്പർ വേസ്റ്റിലിടുന്നു. ഫുഡ് കഴിക്കുമ്പോൾ തറയിൽ വീഴുന്നത് ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നു. കുഞ്ഞ് സ്റ്റെയറിൽ കയറുമ്പോൾ സപ്പോർട്ടിനായി ഡോഗും കയറുന്നു. ഒരു ദിവസം രാത്രി അത് പാരന്റ്സിനെ ഉണർത്തുന്നതിനായി അവരുടെ റൂമിന്റെ ഡോറിൽ നിർത്താതെ തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഡോറ് തുറന്നതും ഡോഗ് ഉടനെ ആ കുട്ടിയുടെ റൂമിലേക്ക് ഓടുന്നു. അമ്മ വന്ന് നോക്കുമ്പോൾ മകൾക്ക് സുഖമില്ല. അവർ ഉടനെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അന്നു മുതൽ ഡോഗ് അവളെ കൂടുതലായി കെയർ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ ഒരു ദിവസം അവർ ആ ഡോഗിനെ വീട്ടിലാക്കി ഒരു ട്രിപ്പ് പോകുന്നു. അപ്പോൾ അത് വീണ്ടും ആ ബ്ലാക്ക് ഡോഗിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തു വരുന്നു. അവളുടെ സ്മെല്ല് ഫോളോ ചെയ്ത് അവളെ അന്വേഷിച്ചു വരുന്നു. അവസാനം അത് കാടിനകത്ത് അപകടം പറ്റിയ നിലയിൽ അവളെ കണ്ടെത്തുന്നു. എന്നിട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു. അത് വലിയ തടിയായതുകൊണ്ട് അവൾക്കത് മറികടക്കാൻ കഴിയുന്നില്ല. ഉടനെ ഡോഗിനൊരു ബുദ്ധി തോന്നി ആ തടിയുടെ അടിയിലൂടെ മറുവശത്തേക്ക് ഒരു കുഴിയെടുക്കുന്നു. എന്നിട്ട് അവളെ വിളിക്കുന്നു. പക്ഷെ അവളുടെ പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡോഗ് വന്ന് നോക്കുമ്പോൾ അവൾ തറയിൽ ബോധമില്ലാതെ കിടക്കുന്നു. അതേസമയം അച്ഛന്റെ വോയിസ് കേട്ട ഡോഗ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടുന്നു. അതിനെ കണ്ടതും അച്ഛൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നു. ഉടനെ അതിനെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് മകളെയും എടുത്ത് ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹം മുന്നിലുണ്ടായിരുന്ന ഹണ്ടിംഗ് ട്രാപ്പ് കണ്ടില്ല. ഉടനെ ഡോഗ് സർവ്വശക്തിയും എടുത്ത് അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു. പക്ഷെ ഡോഗിന് പരിക്ക് പറ്റുന്നു. അത് അവളെ രക്ഷിക്കാൻ അച്ഛനോട് ആക്ഷൻ കാണിക്കുന്നു. വിഷമത്തോടെയാണെങ്കിലും അച്ഛൻ മകളെയും എടുത്ത് വേഗത്തിൽ പോകുന്നു. അവൾ അപകടനില തരണം ചെയ്യുന്നു. അതിനുശേഷം ഡോഗ് വീണ്ടും കണ്ണു തുറന്നതും തന്റെ ഫാമിലി തന്നെ രക്ഷിക്കാൻ വരുന്നത് കാണുന്നു.